സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ അഭിഭ്യോന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ മഹാകവി കുട്ടമത്തിൻ്റെ ഭാഗമാണ് പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ തവണ. ഈ കുട്ടമത്തിൻ്റെ അദ്ദേഹം ഭഗവാന്റെ ആ ഒരു ഭക്തവത്സലൻ എന്ന് മാത്രമല്ല അത് ജീവിത വ്രതമാക്കി മാറ്റി. തൻ്റെ കാവ്യ ജീവിതത്തെ ഭഗവാനോടുള്ള ഭക്തിമാർഗത്തിലേക്ക്, ഭഗവാന്റെ ഒരു ഭക്തി ജീവിതത്തിലേക്ക് അത് വഴിതിരിക്കുകയാണ് ഉണ്ടായത്. കാവ്യജീവിതം നേരെ ഒരു സമ്പൂർണമായ ഒരു ഭക്തിയിലേക്ക് അദ്ദേഹം വഴിതിരിക്കുകയും പിന്നീടെല്ലാം ഭഗവാനെക്കുറിച്ചാണ് കവിതകളെല്ലാം, കാവ്യങ്ങളെല്ലാം എഴുതുന്നത് ഭഗവാനെക്കുറിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഉപദേശങ്ങളെക്കുറിച്ച് മാത്രമായി മാറി. ഇത് മനസ്സിലാക്കിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ നമ്മൾ ആഴത്തിൽ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതവും ഭക്തിയും പലപ്പോഴും രണ്ട് വഴിയിലാണ്. എന്ന് വെച്ചാൽ വ്യക്തിജീവിതത്തിൽ ഭഗവാനുമായിട്ടുള്ള സഖ്യമില്ല, അത് വേറൊരു ഭാഗമായിട്ട് പാരലായിട്ട് സംരക്ഷിച്ചു പോരുന്ന ഒരവസ്ഥ. അങ്ങനെയാണ് പലപ്പോഴും ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലുണ്ടാകുന്നത്. എന്നാൽ ഇവിടെ ഈ മേൽപ്പറഞ്ഞ അങ്ങനെ രണ്ടായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ വ്യക്തിജീവിതവും ഭക്തിയും ഒന്നായിത്തീരുന്നു. വ്യക്തിജീവിതം തന്നെ ആ പ്രാർത്ഥനാ നിർഭരമായൊരു ജീവിതമായി മാറും. വ്യക്തിജീവിതത്തിലെ എല്ലാ ചെയ്തികളും ഈശ്വരോന്മുഖമായിത്തീരുന്നു. അതാണ് കുട്ടമത്തിൻ്റെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കുട്ടമത്തിൻ്റെ മാത്രമല്ല, ഈ ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരുടെ മുഴുവൻ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോഴും ഈ ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിജീവിതമില്ല, പിന്നീട് അത് ഈശ്വരോന്മുഖമായ ജീവിതമായി പരിണമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടമത്തിൻ്റെ വ്യക്തിജീവിതവും ഭഗവാനോടുള്ള ഭക്തിയും എങ്ങനെ ഒന്നായിത്തീരുന്നു എന്നതാണ് ആ കാവ്യസപര്യയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിത എല്ലാം തന്നെ ഭഗവാനിൽ ലയിക്കുകയാണ് പിന്നീടുണ്ടായത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും ഭഗവാനിൽ ഭഗവത് പാദത്തിൽ ലയിക്കുന്ന വിധത്തിലായിരുന്നു. ഭാഗവതം എന്ന കാവ്യത്തിൻ്റെ അപൂർണതയിൽ ഒടുവിൽ ആ ജീവിതവും അവസാനിക്കുകയാണ്. ശ്രീരാമകൃഷ്ണ ഭാഗവതം അതിൻ്റെ അപൂർണതയിലാണ് ആ ജീവിതം അവസാനിച്ചു പോയത് പെട്ടെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു കാര്യം, ഈ കുട്ടമത്തിൻ്റെ കാവ്യജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കൊളോണിയൽ സംസ്കാരം ഭാരതമൊട്ടാകെ വ്യാപിച്ച ഒരു കാലഘട്ടത്തിൻ്റെ വ്യക്തി കൂടിയാണ് ഈ കുട്ടമത്ത്. അതായത് കുട്ടമത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് കൊളോണിയൽ സംസ്കാരത്തിൻ്റെ കാലം കൂടിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം കൽക്കട്ടയായിരുന്നത് മൂലം ബംഗാളിൽ ആ സംസ്കാരം ഏതു വിധമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അതേപോലെ ഈ ബ്രഹ്മസമാജം രൂപീകൃതമാവുമ്പോൾ രാജാറാം മോഹൻ റായ് ലക്ഷ്യമാക്കിയത് ഈ കൊളോണിയൽ സംസ്കാരത്തിന് എതിരെയാണ്. പക്ഷേ ബ്രഹ്മസമാജക്കാർ അനുവർത്തിച്ചു വന്ന ആധ്യാത്മികത എന്ന് പറയുന്നത് കൊളോണിയൽ ചിന്താരീതി അനുസരിച്ചായിരുന്നു. വേഷത്തിലും ആരാധനാക്രമത്തിലുമെല്ലാം ആ കൊളോണിയലിസം ഉണ്ടായിരുന്നു ബ്രഹ്മസമാജത്തിൻ്റെ. ഇത് ഞാൻ പറയാൻ കാരണം, ഈ കാലഘട്ടത്തിൽ, അതായത് ഈ കുട്ടമത്തിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാം 1880 ശേഷം വരുന്ന ആ കാലഘട്ടത്തിൽ കൊളോണിയൽ സംസ്കാരമായിരുന്നു ബംഗാളിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ, അതുപോലെ കേരളത്തിലും. അതിൽ ഏറ്റവും മുഖ്യമായത് കുട്ടമത്ത് പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശമാണ്. കാരണം
അന്നത്തെ കേരളത്തിൻ്റെ, അന്ന് കേരളമല്ല, ഇന്ന് നമ്മൾ കേരളം എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ കേരളം, ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ അന്നത്തെ രൂപം പരിശോധിച്ചാൽ ഏതാണ്ട് കൊച്ചി വരെയുള്ള പകുതി വരെ മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മൾ സങ്കല്പിക്കുന്ന കേരളം. കൊച്ചി കഴിഞ്ഞ് അതായത് ഇന്നത്തെ കേരളത്തെ രണ്ടായി മുറിച്ചാൽ കൊച്ചി വരെയുള്ള ഭാഗം ഒരു ത്രികോണം പോലത്തെ ഒരു വസ്തു മാത്രമായിരുന്നു ഇന്ന് നമ്മൾ സങ്കല്പിക്കുന്ന കേരളം അന്ന്. ബാക്കി മലബാർ പ്രവിശ്യയാണ്. ഈ മലബാർ എന്ന് പറയുന്നത് മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് മൊത്തത്തിൽ ഒന്നിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ബഹുഭൂരിഭാഗം വരുന്നത് ഈ മദ്രാസ് റെജിമെൻ്റ് ആയതുകൊണ്ട് മലബാർ ഉൾപ്പെടെ അതിലൊന്നിച്ച് ഒരേപോലെ ലയിച്ച് കിടക്കുകയാണ്. അപ്പോൾ കേരളം എന്നുള്ള ഭാഗം അതിനകത്തുനിന്ന് വ്യത്യസ്തപ്പെടുത്തി കാണാൻ പറ്റില്ല. ഇതായിരുന്നു അന്നത്തെ മലബാറിൻ്റെ അവസ്ഥ. അതായത് കൊളോണിയൽ സംസ്കാരം ഏറ്റവും കൂടുതലുണ്ടായിരുന്നൊരു പ്രദേശം കൂടിയായിരുന്നു മലബാർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരുവിതാംകൂറോ കൊച്ചിയോ അത്രമാത്രം വിധേയപ്പെട്ടിരുന്നില്ല. പക്ഷേ മലബാർ സമ്പൂർണ്ണമായി കൊളോണിയൽ സംസ്കാരത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഏത് വിധത്തിലാണ് നമ്മുടെ ആത്മീയതയെ പുനരുദ്ധരിച്ചത്? അതായത് ബംഗാളിലായിരുന്നപ്പോൾ അതിൻ്റെ തലസ്ഥാനം കൂടിയാണ്, ഈ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ തലസ്ഥാനം കൂടിയായിരുന്നു ബംഗാൾ. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ഭാരതീയ സംസ്കൃതിയെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയെ ശ്രീരാമകൃഷ്ണദേവൻ പുനരുദ്ധരിച്ചത് എന്ന് നമ്മൾ കഴിഞ്ഞ ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരുടെ ജീവിതത്തിലൂടെ, കേശവചന്ദ്രസേൻ്റെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് മനസ്സിലായതാണ് എങ്ങനെയാണത് സാധിച്ചെടുത്തതെന്ന്. അതെല്ലാ കഥകളിലും നമുക്കത് കാണാമായിരുന്നു. സ്വാഭാവികമായി കേരളത്തിലും അക്കാലയളവിൽ കൊളോണിയൽ സംസ്കാരം നിലനിന്നിരുന്നുവെന്ന് ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൗരാണിക മൂല്യങ്ങളെ മുഴുവൻ അപരിഷ്കൃതം എന്നോ കാലഹരണപ്പെട്ടതെന്നോ അർത്ഥരഹിതമെന്നോ വ്യാഖ്യാനിക്കാൻ ഈ കൊളോണിയൽ സംസ്കാരത്തിന് കഴിഞ്ഞു. നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ആപത്ത്, ഭാരതത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് മുഴുവനായി സംഭവിച്ചൊരാപത്ത് അതായിരുന്നു. എന്താണ്? നമ്മുടെ സംസ്കൃതി അപരിഷ്കൃതമാണെന്നോ അർത്ഥരഹിതമാണെന്നോ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടതാണെന്നോ വരുത്തി തീർക്കാൻ ഈ കൊളോണിയൽ സംസ്കാരത്തിന് കഴിഞ്ഞു. ഇന്നും അതിന് മാറ്റമില്ല. കാര്യം ഇന്നും നമ്മുടെ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതെല്ലാം പഴഞ്ചനാണ് എന്ന ധാരണയിലാണ് ഇന്നത്തെ തലമുറയും ഇന്ന് വരെയുള്ള തലമുറയും കടന്നു വരുന്നത്. അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പൂർണ്ണമായും നമുക്ക് ഈ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ആ ഘടനയിൽ നിന്ന് ഇപ്പോഴും നമ്മൾ മോചിതരല്ല. അപ്പോൾ അതിന് പ്രധാന കാരണം അവരുടെ ഒരു പ്രകടനപരതയായിരുന്നു. ആരുടെ? ഈ പാശ്ചാത്യരുടെ ഒരു പ്രകടനപരതയാണ് അതിന് കാരണമായി വന്നത്. മാത്രമല്ല, ഈ അശാസ്ത്രീയമായ ഒരു കാര്യത്തെ ശാസ്ത്രീയമാണെന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവർ ഈ അശാസ്ത്രീയമായൊരു, നമ്മുടെ എല്ലാം ശാസ്ത്രീയമാണ്, നമ്മുടെ പാരമ്പര്യമായി നമ്മുടെ എല്ലാ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടേതായ ജ്ഞാനവും എല്ലാം തന്നെ ശാസ്ത്രീയമായിരുന്നു. അവരുടേത് ശാസ്ത്രീയമല്ല, അശാസ്ത്രീയമായിരുന്നു. പക്ഷെ അശാസ്ത്രീയമായ ഒന്നിനെ ശാസ്ത്രീയമാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിൽ പ്രധാന പങ്ക് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണത് സാധ്യമായത് എന്ന് വെച്ചാൽ, ഭാഷയായിരുന്നു പ്രശ്നം. ഈ ഭാഷ എന്നുള്ളതിന് അവരുടെ ഭാഷയ്ക്കൊരു ലോകക്രമമുണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷിനാകട്ടെ അത് ഒരു ലോകക്രമത്തിലുള്ള ഭാഷയാണ്. ഇന്നും അതെ. ഇന്ന് ഇംഗ്ലീഷിൽ ഒരു ലേഖനം വായിക്കുമ്പോൾ അതിന് ലോകവ്യാപകമായ അക്സെപ്റ്റൻസ് ഉണ്ടാകും. അതുകൊണ്ട് അത് അംഗീകരിക്കപ്പെടും. അതേസമയം പ്രാദേശിക ഭാഷകളിൽ ഒന്ന് രചിക്കപ്പെട്ടാൽ അതിനേക്കാൾ മഹത്തരമാണെങ്കിൽ പോലും അതൊരു കാരണവശാലും അംഗീകരിക്കപ്പെടുകയില്ല എന്നൊരവസ്ഥ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ ഈ ഭാഷ എന്നൊരു വലിയ ഘടന ഈ കൊളോണിയൽ സംസ്കാരത്തെ സഹായിച്ചു. കാര്യം അവരുടേതാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. എങ്ങനെയാണത് സാധ്യമാകുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം. മുമ്പൊരിക്കൽ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. ഏതായാലും ഞാനത് പറയാം. ഒരു ചെറിയ ഉദാഹരണമാണ്. എങ്ങനെയാണ് ഭാഷ ഈ നമ്മുടെ സംസ്കാരത്തെ എങ്ങനെയാണ് മറികടക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്രമിക്കപ്പെടുന്നത് ഭാഷ. ഒരു ചെറിയ ഉദാഹരണം. ഇപ്പം നമ്മളെല്ലാം സ്കൂളിൽ
ലോവർ പ്രൈമറി സ്കൂളിൽ പഠിച്ച മലയാള പാഠാവലിയിൽ പഠിച്ച ഒരു പദ്യമുണ്ട്. കുമാരനാശാൻ എഴുതിയതാണ്. അതിങ്ങനെയാണ്: ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. ഒരു കുട്ടി അമ്മയുടെ ഒക്കത്തിരുന്നിട്ട് അമ്മയോട് പറയുകയാണ്, ഈ ചെടികളിലൊക്കെ നിറച്ച് പൂക്കൾ ഇരിക്കുന്ന ഒരു ചെടിയെ നോക്കിയിട്ട് അമ്മയുടെ ഒക്കത്തിരുന്നിട്ട് ആ കുട്ടി അമ്മയോട് പറയുകയാണ്, ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അപ്പം അമ്മ അതിന് മറുപടി പറഞ്ഞു, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലോ ഇതെല്ലാം. മോനെ, നിനക്ക് തെറ്റിപ്പോയി. അത് പൂക്കളല്ല, മറിച്ച് അതെല്ലാം നല്ല മനോഹരമായ പൂമ്പാറ്റകളാണ്. അതാണ് ആ പൂമ്പാറ്റകളാണ് ചെടികളിൽ നിന്ന്, ആ പൂക്കളിൽ നിന്ന് പറന്നു പോയത്, അല്ലാതെ പൂക്കളല്ല പറന്നു പോയത് എന്ന് അമ്മ ഈ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുന്നു. നോക്കൂ, ഈ കവിത വായിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ ഭാവനാവിലാസം എത്രമാത്രം വളരും എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാവുന്ന കാര്യമാണ്. കാരണം ഇതിനകത്ത് ഭാവന വളരുന്ന എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കവിതയിൽ. മാത്രമല്ല, മാതൃ ശിശു ബന്ധം എങ്ങനെയാണ് എന്നുള്ളതും ആ തരത്തിലുള്ളൊരു പാരമ്പര്യത്തെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ കൂടെ ആ കവിത ഉൾക്കൊള്ളുന്നുണ്ട്. ഇതാണ് നമ്മൾ പഠിച്ചിരുന്ന ഒരു കാവ്യം. അത് നമ്മുടെ ഭാരതീയ സംസ്കൃതിക്ക് അനുസരണമായ ഒരു കാവ്യമാണ് കുമാരനാശാൻ അത് എഴുതുന്നത്. അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് അത് കുട്ടികളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതേസമയം പിന്നീട് ഈ ലോകക്രമം ഭാഷാടിസ്ഥാനത്തിൽ വികസിച്ചപ്പോൾ എല്ലാ കുട്ടികളും, ലോകത്ത് മുഴുവൻ കുട്ടികളും പഠിച്ച വേറൊരു പദ്യമുണ്ട്, വേറൊരു റൈമുണ്ട്. അത് കേരളത്തിലുള്ള കുട്ടികളാകട്ടെ, ഇന്ത്യയിൽ മുഴുവനുള്ള കുട്ടികളാകട്ടെ, ലോകം മുഴുവനുള്ള കുട്ടികളും അത് പഠിക്കുകയും കാണാപ്പാഠം പഠിക്കുകയും ചൊല്ലുകയും ചെയ്തു. എന്തായിരുന്നു ആ പദ്യം? ഹംറ്റി ഡംറ്റി സാറ്റ് ഓൺ എ വാൾ. ഹംറ്റി ഡംറ്റി സാറ്റ് ഓൺ എ വാൾ. Humpty Dumpty had a great fall. All the king's horses and all the king men's. All the king's horses and all the king's men couldn't put Humpty together again. Couldn't put Humpty together again. ഇതാണ് ലോകം മുഴുവനുള്ള കുട്ടികളും നമ്മുടെ കുട്ടികളും എല്ലാം ഇതായിരുന്നു കൂടുതലായി പഠിച്ചത്. അപ്പോൾ ഈ വല്ലിയിൽ നിന്ന് പൂക്കൾ പോകുന്നിതാ പറന്ന അമ്മേ എന്നുള്ള സംസ്കൃതിയിൽ നിന്ന് നമ്മുടെ കുട്ടികൾ ഈ ഹംറ്റി ഡംറ്റിയിലേക്ക് വന്നു. എന്താണ് ആ അർത്ഥതലവും ഈ അർത്ഥതലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹംറ്റി എന്ന് ഇവിടെ ഈ റൈമിൽ ഇതിന് സൃഷ്ടികർത്താവ് പോലുമില്ല. മറ്റത് കുമാരനാശാനാണ്. ഈ കവിതയ്ക്ക് സൃഷ്ടികർത്താവ് പോലുമില്ല. ഇതിങ്ങനെ നഴ്സറി റൈമായിട്ട് അവതരിപ്പിച്ച് കൊണ്ടുവന്ന ഒരു ഭാഗമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഹംറ്റി എന്ന് പറയുന്നത് ഒരു കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ടയുടെ രൂപത്തെയാണ്, അല്ലെങ്കിൽ ഒരു കോഴിമുട്ടയെയാണ് ഈ ഹംറ്റി ഡംറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴിമുട്ട ഒരു മതിലിൻ്റെ പുറത്തുനിന്ന് താഴെ വീണ് പൊട്ടി. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? പിന്നെ ആ റൈമിൽ പറയുന്ന ഭാഗം എന്താണ്? ഒരു രാജാവിൻ്റെ മുഴുവൻ പടയാളികളെയും, കുതിരപ്പടയാളികളെയും, ഒരു രാജാവിൻ്റെ മുഴുവൻ സൈന്യത്തെയും ഒന്നിച്ചു കൊണ്ടുവന്ന് ശ്രമിച്ചാൽ പോലും പിന്നീട് ഈ മുട്ടയെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റൂല. ഇതാണ് കവിത. നോക്കൂ, ഈ കവിത പഠിക്കുന്ന ഒരു ഭാവനയും ഈ വല്ലിയിൽ നിന്ന് പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് പഠിക്കുന്ന ഭാവനയും തമ്മിലുള്ള വ്യത്യാസം, ഇത് ഭാഷയുടെ ഒരു വിപുലത കൊണ്ട് ഈ സമൂഹത്തെ മുഴുവൻ കീഴടക്കാൻ ഈ ഹംറ്റി ഡംറ്റിക്ക് കഴിഞ്ഞു. ആ നഴ്സറി റൈമിനെ കുറിച്ച് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ കോഴിമുട്ടയെക്കുറിച്ചല്ല പറയുന്നത്. ഇത് ഇംഗ്ലണ്ടിലെ മൂന്നാം രാജാവ്, അതായത് റിച്ചാർഡ് മൂന്നാമൻ. അപ്പോൾ ഇംഗ്ലണ്ടിലെ റിച്ചാർഡ് മൂന്നാമൻ എന്ന രാജാവിനെ കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രോളാണിത്. അന്നക്കാലത്ത് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയൊരു ട്രോളാണ്. റിച്ചാർഡ് മൂന്നാമൻ എന്ന് പറയുന്ന രാജാവിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ആ രാജാവിൻ്റെ ഒരു കാരിക്കേച്ചറാണ് ഈ മുട്ടയായിട്ട് സങ്കല്പിച്ചത്. ആ രാജാവ് തോറ്റു തുന്നം പാടിയപ്പോൾ ഉണ്ടാക്കിയ ഒരു ട്രോളാണിത്.
കാര്യം ആ രാജാവ് തോറ്റു തുന്നമ്പാടി തകർന്ന് തരിപ്പണമായി. ഇനി എത്ര വലിയ പട്ടാളങ്ങൾ വിചാരിച്ചാലും രാജാവിനെ വീണ്ടും പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന ട്രോളാണ്, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കവിതയാണത്. അതാണ് ഹംറ്റി ഡംറ്റിയിലൂടെ കൊണ്ടുവരുന്നത്. നോക്കൂ, നമ്മൾ അപ്പോൾ ഒരു ലോകക്രമത്തിലെ ഭാഷയ്ക്ക് ഇത് എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിലാകട്ടെ സംസ്കാരമില്ല, ഇതിനകത്ത് ഭാവനാശേഷി ആവശ്യമില്ല. ഇത് വെറും ഒരു ട്രോളായി കൊണ്ടു നടന്ന് ഇത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ. ഇതാണ് സംസ്കൃതി. ഒരു പാശ്ചാത്യ സംസ്കൃതി എങ്ങനെയാണ് നമ്മുടെ ഭാഷയെ അതിക്രമിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. അപ്പോൾ ഈ രണ്ട് നഴ്സറി പാട്ടുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ സാംസ്കാരിക മൂല്യത്തെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് ശ്രീരാമകൃഷ്ണദേവൻ ലളിതമായി പറഞ്ഞ ആധ്യാത്മിക തത്വങ്ങളെ മനസ്സിലാക്കാൻ, അതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ അരുൾമൊഴികളിലൂടെ നമ്മുടെ സംസ്കൃതിയാണ് വീണ്ടെടുക്കാൻ ശ്രമിച്ചത്. അല്ലെങ്കിൽ ഭഗവാൻ ആ സംസ്കൃതിയാണ് ഈ നേരത്തെ പറഞ്ഞ ഈ ഹംറ്റി ഡംറ്റി സംസ്കൃതിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്കൃതിയെ കൊണ്ടുവരാനായിട്ട് വളരെ ലളിതമായ ഭാഷയിലൂടെ ശ്രീരാമകൃഷ്ണദേവൻ ശ്രമിച്ചതാണ് പിന്നീട് ഈ ബംഗാളിൽ നടന്ന പുനരുദ്ധാരണത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പാശ്ചാത്യമായി അവതരിപ്പിക്കുന്നത് മുഴുവൻ, എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്കൃതി ഏറ്റവും ഉന്നതം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് തെളിവുകൾ വെച്ചിട്ടാണ്. എന്താണ് ആ തെളിവ്? ഈ പാശ്ചാത്യ ഇമേജറീസ് മുഴുവനും വീഴ്ചയാണ് പാഠമാക്കുന്നത്. ഒരുപാട് വീഴ്ചകൾക്ക് ശേഷമുണ്ടാകുന്ന ഒരു വിജയമാണ് പാശ്ചാത്യ സംസ്കൃതി കൊണ്ടുവരുന്നത്. അത് ഏതെടുത്താലും അങ്ങനെ കാണാം, വീഴ്ചയാണ്, ഫോളിങ് ഡൗൺ ആണ് വീഴ്ച. ആപ്പിൾ, അത് വീഴ്ച, ആപ്പിൾ താഴോട്ട് വീഴുന്നതാണ്. അതേപോലെ തന്നെയാണ് തോമസ് ആൽവ എഡിസൺ. എത്രയോ ബൾബുകൾ, നൂറുകണക്കിന് ബൾബുകൾ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അതിൻ്റെ ആ നിർമ്മാണത്തിൻ്റെ പ്രക്രിയയിൽ മുഴുവൻ തകർത്ത് തരിപ്പണമായി നാശോന്മുഖമായി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു കണ്ടുപിടുത്തത്തെയാണ് പിന്നീട് ആഘോഷിക്കുന്നത് ശാസ്ത്രം. അപ്പോൾ എല്ലാം വീഴ്ചയാണ്. അവിടെ ആദ്യത്തെ ഘടന എന്ന് പറയുന്നത് വീഴ്ചയാണ്. ഇവിടെ നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ വീഴ്ച എന്നൊരു ഘടന ഇല്ല. ഇവിടെ ഉയർച്ച മാത്രമേ ഉള്ളൂ. അതാണ് പാശ്ചാത്യർ നമ്മെ കീഴടക്കാൻ ശ്രമിച്ചത്. കാരണം ഭാരതീയ സംസ്കൃതിയിൽ വീഴ്ച എന്ന് പറയുന്നൊരു ഘടനയില്ല. ഇവിടെ ഉയർച്ച മാത്രമേ ചിന്തയിലുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരാജയബോധമെന്നുള്ളതില്ല, അല്ലെങ്കിൽ പരാജയം എന്നുള്ള നമ്മുടെ സങ്കല്പത്തിലേ ഇല്ല. നമുക്ക് വിജയം എന്നുള്ള സങ്കല്പം മാത്രമേ ഉള്ളൂ. അതിന് കാരണം നമ്മൾക്ക് ചിന്താശേഷി ഉണ്ടായിരുന്നു. ഭാരതീയർക്ക് ചിന്താശേഷി ഉള്ളത് കൊണ്ട് എഡിസൺ നൂറുകണക്കിന് ബൾബ് തല്ലിപ്പൊളിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കി നശിപ്പിച്ചത് കൊണ്ട് ഒരു ബൾബ് ഉണ്ടാക്കുന്നതിന് പകരം ഭാരതീയന് എന്ത് ചെയ്യാനും അവൻ്റെ ആദ്യത്തെ ശ്രമം തന്നെ വിജയിപ്പിക്കാൻ അവൻ അറിയാമായിരുന്നു. കാരണം അവൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ ആലോചന കൊണ്ട്, ചിന്ത കൊണ്ട് ഉറപ്പിച്ച ഒരു നിശ്ചയദാർഢ്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറഞ്ഞത്. നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നവരാണ്. അല്ലെങ്കിൽ അങ്ങനെ പാശ്ചാത്യരുടെ ഈ വീഴ്ച പഠിച്ച് വീഴുന്നതും പരാജയവും പഠിച്ച് ഉറങ്ങിപ്പോയൊരു ജനതയെയാണ് വിവേകാനന്ദ സ്വാമി ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത എന്ന് പറഞ്ഞ് ഉണർത്താൻ ശ്രമിച്ചത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സംസ്കൃതിയിലുണ്ടായ വലിയൊരു നമ്മുടെ സംസ്കൃതിയുടെ ഒരു പാരമ്പര്യം ഇതായിരുന്നു. അതിനെ ഉയർത്തുക എന്നുള്ളതായിരുന്നു ഈ കവികൾ ഉൾപ്പെടെയുള്ളവർ ആ കാലത്ത് ശ്രമിച്ചുകൊണ്ട് വന്നത്. ഈ പാഠം നമ്മെ പഠിപ്പിക്കാനാണ് കുട്ടമത്തുൾപ്പെടെയുള്ളവർ ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരിശ്രമം ഫിസിക്കലല്ല. പാശ്ചാത്യ സംസ്കൃതിയുടെ പരിശ്രമം എന്ന് പറയുന്നത് ഫിസിക്കലാണ്. നമ്മൾ ഫിസിക്കലി അല്ല, നമ്മൾ മനോബലമുള്ളവരായിരുന്നു. ഭാരതീയരെ സംബന്ധിച്ച് മെൻ്റൽ സ്ട്രെങ്ത് ഉള്ളവരായിരുന്നു. അപ്പം മെൻ്റൽ സ്ട്രെങ്ത് കൊണ്ട് നമുക്ക് കീഴടക്കാൻ പറ്റും. ഇപ്പോൾ ഹനുമാൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. ഹനുമാൻ ലങ്കയിലേക്ക് ചാടുക എന്ന് പറയുന്നത് അവിടെ ഒരു ഫിസിക്കൽ പ്രോസസ്സ് അല്ല നടന്നത്.
ഒരു മനോശക്തിയുടെ ഫലമായിട്ടാണ്, മനഃശക്തിയുടെ ഫലമായിട്ടാണ് നമ്മളെ രാമായണം പഠിപ്പിക്കുന്ന. ഓരോന്നിലും നമ്മുടെ പൗരാണിക മൂല്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതെല്ലാം ഈ മനഃശക്തിയെയാണ്. അപ്പോൾ ഈ മനഃശക്തി എന്താണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഈ കൊളോണിയൽ സംസ്കാരം ഉണ്ടായിരുന്ന ഈ വീഴ്ചയുടെ പാഠങ്ങളുമായി വ്യാപിച്ചു വന്ന കൊളോണിയൽ സംസ്കാരത്തെ മനഃശക്തി കൊണ്ട് നേരിടാനാണ് ശ്രീരാമകൃഷ്ണദേവൻ പഠിപ്പിച്ചത്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്നത്തെ കാലത്ത് കൊളോണിയൽ സംസ്കാരത്തിനെതിരെ നമ്മുടെ ജനതയെ ഉണർത്താൻ ശ്രീരാമകൃഷ്ണദേവൻ ശ്രമിച്ചത് എന്ന് ഈ കുട്ടമത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണത്? വിശ്വാസമാണ് നമ്മുടെ ശക്തി. ശ്രീരാമകൃഷ്ണദേവൻ നമ്മെ കൂടുതൽ ബോധ്യപ്പെടുത്തിയത് വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസമാണ് നമ്മുടെ ശക്തി എന്നാണ് നമ്മെ പഠിപ്പിച്ചത്. ഇത് വചനാമൃതത്തിൽ പല തരത്തിൽ ഭഗവാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിശ്വാസത്തിൻ്റെ ശക്തി എന്താണ് എന്ന് വചനാമൃതത്തിൽ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതാണ് ബാലഗോപാലൻ എന്ന ആ നാടകം കുട്ടമത്ത് രചിക്കാനുണ്ടായ കാരണം ഈശ്വരനിൽ വിശ്വാസമുള്ള ഒരു കൊച്ചുകുട്ടി എത്രമാത്രമാണ് തൻ്റെ ആ പരിശ്രമത്തിലൂടെ വിജയിച്ചത് എന്ന് ബാലഗോപാലൻ എന്ന നാടകം വ്യക്തമാക്കുന്നു. ഇത് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഈ കഥയെ എടുത്തുകൊണ്ടാണ് മഹാകവി കുട്ടമത്ത് ബാലഗോപാലൻ എന്നുള്ള നാടകം രചിച്ചത് എന്ന് കഴിഞ്ഞ തവണ നമ്മളത് പറഞ്ഞതാണ്, അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ്. അതായത് അധ്വാനിക്കുന്ന, അത് പറയാൻ കാരണം ഈ കുട്ടമത്ത്, മലബാറിൽ കുട്ടമത്ത് കവിത എഴുതുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടം എന്ന് പറയുന്നത് കൊളോണിയൽ സംസ്കാരം ഉണ്ടായിരുന്നതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ അധ്വാനിക്കുന്ന ജനവിഭാഗം അവർക്ക് ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയില്ലാതായി. നമ്മുടെ മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയില്ലാതായി. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെയെല്ലാം ഈ കൊളോണിയൽ സംസ്കാരം തകർത്തതുകൊണ്ട് വിശ്വാസരഹിതമായൊരു സമൂഹമാണ് അന്നത്തെ കാലത്ത് മലബാറിൽ ഉണ്ടായത്. അപ്പോൾ ആ കൊളോണിയൽ സംസ്കാരം വിശ്വാസരഹിതമായൊരു സമൂഹത്തെ കെട്ടിപ്പടുത്തപ്പോൾ അതിനെതിരെ ബാലഗോപാലൻ എന്ന് പറയുന്ന ഒരു നാടകം എഴുതി അന്നത്തെ കൃഷിയിടങ്ങളിൽ, കൃഷി കഴിഞ്ഞിട്ടുള്ള പാടങ്ങളിൽ രാത്രി ഈ നാടകമാണ് അരങ്ങേറിയത്. നൂറുകണക്കിന് കർഷകരും സാധാരണ ജനതയുമാണ് അന്ന് മലബാറിൽ ഈ പാടത്ത്, ഈ വെള്ളരി നാടകം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു നാടക രീതിയാണത്. ഈ പാടത്ത് രാത്രി ഒന്നിച്ചുകൂടി ഈ നാടകം അവതരിപ്പിച്ചത്. ഈ നാടകത്തിലൂടെയാണ് ഈശ്വരനാണ് നമുക്കെല്ലാത്തിനും തുണ എന്നുള്ള ബോധം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് 1900 തുടക്കത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ ബാലഗോപാലനൊക്കെ 1900 ഏതാണ്ട് 16-17 കാലഘട്ടം, 1917 കാലഘട്ടങ്ങളിലാണ് ഈ നാടകത്തിൻ്റെ അവതരണ രീതിയൊക്കെ. അത് ആണെന്ന് തോന്നുന്നു, 17 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്തരം ഒരു അന്ന് കർഷക ജനതയായിരുന്നു മലബാറിൽ ഉൾപ്പെടെ. അപ്പോൾ കർഷക ജനതയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് വചനാമൃതത്തിലെ ഓരോരോ ഭാഗങ്ങളെടുത്ത് രാത്രികാലങ്ങളിൽ പാടശേഖരങ്ങളിൽ ജനങ്ങൾ ഒത്തുകൂടി ഇതിനെ നാടകമായിട്ടും ചൊൽക്കാഴ്ചയായിട്ടും കവിതയായിട്ടുമൊക്കെ അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ എത്രമാത്രം ശക്തമായിരുന്നു ഒരു കാലത്ത് വചനാമൃതത്തെ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ഈ വചനാമൃത മൊഴികളെ, അത് നമ്മൾ ബ്രഹ്മാൻ സ്വാമികളുടെ കൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബ്രഹ്മാൻ സ്വാമികളുടെ കൃതികളെ മൊഴിമാറ്റം നടത്തി കവിതാരൂപത്തിലാക്കിയാണ് ഈ നാടകങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ചൊൽക്കാഴ്ചയെല്ലാം കുട്ടമത്ത് സൃഷ്ടിച്ചത്. അങ്ങനെ ഓരോ സീരീസ് ആയിട്ട് അദ്ദേഹം എഴുതി അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ എത്രമാത്രമാണ് നമ്മുടെ ഒരു അന്നത്തെ കേരളത്തിൻ്റെ മലബാറിൻ്റെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഈ അരുൾമൊഴികളെ എത്ര ഭംഗിയായിട്ടാണ് കുട്ടമത്ത് ഉപയോഗപ്പെടുത്തിയതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈ നാടകത്തിൻ്റെ തുടക്കത്തിൽ, ഈ നാടകം ഈ പാടശേഖരങ്ങളിൽ നമുക്കറിയാലോ, ഒരു നാടകം തുടങ്ങുമ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. എല്ലാ നാടകങ്ങളും നമുക്ക് കാണാം, ഒരു അനൗൺസ്മെൻറ്റ് കാണും. ആ നാടകത്തിൻ്റെ ആകെത്തുകയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റാണ്. പ്രത്യേകിച്ച് KPSC പോലുള്ള നാടകങ്ങൾ വന്നതിന് ശേഷം വളരെ ശക്തമായി
നമ്മുടെ രാഷ്ട്രീയ മേഖലകളിലെല്ലാം ഇത്തരം അനൗൺസ്മെൻറ്റുകൾ, നാടക അനൗൺസ്മെൻറ്റുകൾ ഉണ്ടായിരുന്ന ഒരു കാലം കൂടെ നമുക്കുണ്ട്. ഏതാണ്ട് 1950-കളിൽ 57-ൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഇതേപോലുള്ള നാടകങ്ങളുണ്ടായിരുന്നു, KPSC ഉൾപ്പെടെയുള്ളവരുടെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ നാടകത്തിന് മുമ്പ് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ഈ അനൗൺസ്മെൻറ്റ് ശ്രീരാമകൃഷ്ണദേവൻ്റെ വചനങ്ങളാണ് അനൗൺസ് ചെയ്തിരുന്നത് ഈ പാടശേഖരങ്ങളിൽ. എന്തായിരുന്നു? പണ്ട് ആ ത്രേതായുഗം, ദ്വാപരയുഗം, ഇത് രണ്ടിലും ബ്രഹ്മതത്വം മണ്ഡകേശാത്തമർത്യ പരിഷ. കാവ്യരൂപത്തിലാണ് ഞാൻ അന്നത്തെ അനൗൺസ്മെൻ്റ് എന്നൊക്കെ പറയുന്നത്, കാവ്യഭാഷയിലാണ്. അതുകൊണ്ടാണ് ഈ ഭാഷ ഉപയോഗിക്കുന്നത്. പണ്ട് ആ ത്രേതായുഗം, ദ്വാപരയുഗം, ഇത് രണ്ടിലും ബ്രഹ്മതത്വം മണ്ഡകേൽക്കാത്ത മർത്യ പരിഷ. കലിയുഗത്തിലും മർത്യരായി ഷണ്ഡയ്ക്കായി തന്മതം വിട്ടുഴലും അളവില രാമകൃഷ്ണാവതാരം രണ്ടങ്ങൊന്നായെടുത്തിടിന പരമകൃപാധാമം ഈ രാമകൃഷ്ണൻ. ഇതായിരുന്നു അന്ന് നാടകം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ അനൗൺസ് ചെയ്തിരുന്നത്. നോക്കി, ഈ അനൗൺസ്മെൻറ്റിൻ്റെ ആ ഒരു ഗഹനതയൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കാലത്ത് കർഷക ജനതയെ പാടത്ത് ഒന്നിച്ചു കൂട്ടിയിരുത്തി ഒരു നാടകം അവതരിപ്പിക്കുമ്പോൾ അവിടെ നടന്ന അനൗൺസ്മെൻറ്റിൻ്റെ ഭാഷയാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഈ അനൗൺസ്മെൻറ്റ് ഇതേ രീതിയിൽ ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? എത്ര ഗഹനമായ ഒരു ഭാഷയാണ് അന്നത്തെ അനൗൺസ്മെൻറ്റിന് ഉപയോഗിച്ചത്. പണ്ടത്രേതായുഗം, ദ്വാപരയുഗം, ഇത് രണ്ടിലും ബ്രഹ്മതത്വം മണ്ഡകേശാത്തമർത്യപരിഷ. കലിയുഗത്തിലും മർത്യരായി ഷണ്ഡയ്ക്കായി തന്മതം വിട്ടുഴലും അളവില രാമകൃഷ്ണാവതാരം രണ്ടങ്ങൊന്നായി എടുത്തിടിന. രണ്ടങ്ങൊന്നായി, അതായത് ത്രേതായുഗത്തിലെയും ദ്വാപരയുഗത്തിലെയും ആ രണ്ടിലുമുള്ളതും ആ രണ്ടങ്ങൊന്നായി എടുത്തിടിന കൃപാധാമം ഈ രാമകൃഷ്ണൻ. ആലോചിച്ചു നമ്മുടെ ആ ഭാഷയുടെ ആഴം. ഇതിപ്പോൾ ഒരു 1900 19-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ ആദ്യ ദശകമൊന്നുമില്ല, ആദ്യ ഭാഗമാണ്. അന്ന് ഇത്രയും ഭാഷാപരമായി ഇത്രയും ആഴത്തിൽ, പ്രത്യേകിച്ച് ഭക്തിയുടെ ഈ ഭാഷ, ശ്രീരാമകൃഷ്ണദേവൻ്റെ വചനങ്ങൾ ഒരു അനൗൺസ്മെൻറ്റായി ഉപയോഗിച്ചാൽ അന്നത്തെ കാർഷിക ജനതയെ ഉദ്ധരിക്കാൻ ഇത് പര്യാപ്തമാണ് എന്ന് കേരളത്തിൽ കുട്ടമത്ത് പരീക്ഷിക്കുകയാണ്. അത് പരീക്ഷിക്കാനുള്ള കാരണം ഈ കൽക്കട്ട ദക്ഷിണേശ്വരത്തിരുന്നു കൊണ്ട് ഭഗവാൻ പറഞ്ഞ ആ വാക്കുകൾ എങ്ങനെയാണോ വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ളവരെ സൃഷ്ടിച്ചത്, ആ ശക്തിയെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൽ ഈ തരത്തിലുള്ള ഒരു ശ്രമം കുട്ടമത്തിനെ പോലുള്ളവർ നടത്തിയത്. മഹാകവി കുട്ടമത്ത് നടത്തി. കുട്ടമത്തിനെ പോലുള്ളവരല്ല, മഹാകവി കുട്ടമത്ത് മാത്രമാണ് അതക്കാലത്ത് നടത്തിയത്. ഈ കുട്ടമത്ത് 19-ാം വയസ്സ് മുതൽ കവിത എഴുതാൻ തുടങ്ങിയതാണ്. പക്ഷെ അന്നൊന്നും ശ്രീരാമകൃഷ്ണ ഭാവത്തിലുള്ള കവിതകളായിരുന്നില്ല. പകരം കാളിയമർദ്ദനം അല്ലെങ്കിൽ ദേവയാനി ചരിതം ഇങ്ങനെയുള്ള പൗരാണിക കഥകളാണ് എടുത്തിരുന്നത് കുട്ടമത്ത്. അത് 19-ാമത്തെ വയസ്സിലാണ് കുട്ടമത്ത് എഴുതി തുടങ്ങിയത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ശ്രീരാമകൃഷ്ണ, ഞാൻ നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം അതാണ്, എങ്ങനെയാണ് ഒരു ശ്രീരാമകൃഷ്ണ ഭക്തിയിലേക്ക് തൻ്റെ കവിതകൾ എത്തിയത് എന്നാണ് കുട്ടമത്തിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഇത്തരം കവിതകൾ എഴുതാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യമാണ്. അത്രയ്ക്ക് ഗഹനമായൊരു വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കുടുംബ പാരമ്പര്യമുണ്ടായിരുന്നു. അപ്പോൾ 19-ാമത്തെ വയസ്സിൽ ഈ കാവ്യങ്ങൾ എഴുതിയ യുവാവ് പിന്നെ 12 വർഷം കഴിഞ്ഞാണ്, 19-ാമത്തെ വയസ്സിലാണ് ഇതെഴുതിയത്, പിന്നെ 12 വർഷം കഴിഞ്ഞാണ് ശ്രീരാമകൃഷ്ണ ഭക്തിയിൽ കൂടുതൽ ആഴത്തിലിറങ്ങുന്നത്. 12 വർഷം, 19-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ് പിന്നെയും 12. അപ്പോൾ 19-ഉം 10-ഉം 29, 29-ഉം 2-ഉം 30, 31. 31-ാമത്തെ വയസ്സിലാണ് ശ്രീരാമകൃഷ്ണ ഭക്തിയിലേക്ക് എത്തുന്നത്. അതിന് കാരണം നിർമ്മലാനന്ദ സ്വാമിയാണ്. 31-ാമത്തെ വയസ്സിലാണ് കുട്ടമത്ത് നിർമ്മലാനന്ദ സ്വാമിയുമായി ബന്ധപ്പെടുന്നത്.
നിർമ്മലാനന്ദ സ്വാമി കേരളത്തിൽ വരികയും ഇവിടെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത ആ സന്ദർഭത്തിലാണ് കുട്ടമത്ത് തൻ്റെ 32ാമത്തെ വയസ്സിൽ നിർമ്മലാനന്ദ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കവിതകളും പിന്നീട് ശ്രീരാമകൃഷ്ണ ഭക്തിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ കവിയുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ കാസർഗോഡ് ചെറുവത്തൂരിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ചെറുവത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ കുട്ടമത്ത് കുന്നിയൂർ ഭവനത്തിൽ ദേവകി അമ്മയാണ് അമ്മ. ദേവകി അമ്മയുടെ മകനാണ് ഇദ്ദേഹം. അച്ഛൻ കരിവള്ളൂർ വങ്ങാട്ടു ഉണ്ണാമൻ, അതായത് ഉദയവർമ്മൻ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് ഉണ്ണമ്മൻ. ആ ഉദയവർമ്മൻ ഉണിത്തിരിയുടെ മകനുമാണ് കരിവള്ളൂരിന് പിന്നീടുണ്ടായ പ്രാധാന്യം നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ ഇത് വഹിച്ചത് കരിവള്ളൂരാണ്. കയ്യൂരും കരിവള്ളൂരുമാണ്. അപ്പോൾ അവിടെയാണ് ഈ കാവ്യ സംസ്കാരത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ നമ്മുടെ കുട്ടമത്തിൻ്റെ ജനനമുണ്ടാകുന്നത്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആയുർവേദത്തിലും സംസ്കൃതത്തിലും വലിയ പണ്ഡിതന്മാരായിരുന്നു. ഈ കുടുംബം സ്വതവേ അവരുടെ പരമ്പരയിൽപ്പെട്ട എല്ലാ പൂർവികരും ആയുർവേദത്തിലും സംസ്കൃതത്തിലും വളരെ പണ്ഡിതന്മാരായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ കുട്ടമത്തും പിന്നീട് സ്വായത്തമാക്കുകയായിരുന്നു. 1922 ഈ കുട്ടമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ 1922 രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൽ വരുന്നത്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൽ വന്നിട്ട് തിരിച്ച് മംഗലാപുരത്തേക്ക് ട്രെയിനിൽ പോകുമ്പോൾ, അന്ന് തിരിച്ചു പോകുന്ന മംഗലാപുരത്തേക്ക് പോകുന്ന എല്ലാ ട്രെയിനും ചെറുവത്തൂരിൽ നിർത്തിയിടും. അന്നത്തെ കാലത്ത് ഈ ചെറുവത്തൂർ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്, ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിർത്തിയിടും, എല്ലാ ട്രെയിനും അവിടെ നിർത്തിയിടും. എന്തിനെന്ന് വെച്ചാൽ അവിടെ നിന്നാണ് അന്ന് കരിയെഞ്ചിനാണ്. അപ്പോൾ അതിനാണ് വെള്ളം നിറയ്ക്കുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ ഈ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് വെള്ളം നിറയ്ക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നിറയ്ക്കാനായിട്ട് ട്രെയിൻ അവിടെ കുറേ നേരം പിടിച്ചിടും. ഈ സന്ദർഭത്തിലാണ് ഇതിൽ വരുന്ന മഹത്തുക്കളായ ആളുകളെ പരിചയപ്പെടാനായിട്ട് അന്ന് മലബാറിലുള്ളവർ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. അങ്ങനെ രവീന്ദ്രനാഥ ടാഗോർ ഈ ട്രെയിനിൽ വരുന്നു എന്നറിഞ്ഞ് ഈ കുട്ടമത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കാത്തു നിൽക്കുകയും ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയും രവീന്ദ്രനാഥ ടാഗോറിനെ കാണുകയും അദ്ദേഹത്തിന് മംഗളപത്രം കവിതയായി എഴുതി സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കുട്ടമത്ത്. ഈ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു പ്രത്യേകത, പണ്ടൊരിക്കൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയതിനു ശേഷം ഒരിക്കൽ കേരളത്തിൽ വന്ന് മടങ്ങിപ്പോകുന്ന വഴി ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇതേപോലെ ട്രെയിനിൽ വെള്ളം നിറയ്ക്കാനായിട്ട് പിടിച്ചിട്ടു. അപ്പോൾ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വലിയൊരു കട്ടൗട്ട് അവിടെ ഒരു തയ്യൽക്കടയുടെ മുമ്പിൽ വരച്ചു വച്ചിരിക്കുന്നത് കണ്ടു. ഈ വരച്ചു വച്ചിരിക്കുന്ന കട്ടൗട്ട് കണ്ടിട്ട് അന്ന് ജവഹർലാൽ നെഹ്റു ഇറങ്ങി വരികയും ആ തയ്യൽക്കാരനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രാധാന്യം അന്നത്തെ കാലത്ത് പറയാം. അപ്പോൾ പല പ്രമുഖരായ നേതാക്കളും ഇറങ്ങുകയും അല്ലെങ്കിൽ വിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ. ഇന്നതിന് പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് രവീന്ദ്രനാഥ ടാഗോറിനെ കുട്ടമത്ത് കണ്ട് മംഗളപത്രം കൊടുക്കുന്നത് 1922. പിന്നെ 24 ഈ ബാലഗോപാലൻ എഴുതുന്നത് 24 1924 ബാലഗോപാലൻ എഴുതുന്നത്. അപ്പോൾ ഈ സമയത്ത് കുട്ടമത്ത് കേരള ചന്ദ്രിക എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ ഒരു മാസികയുടെ, പത്രമല്ല മാസിക, കേരള ചന്ദ്രിക എന്ന് പറയുന്ന മാസികയുടെ പത്രാധിപരായിരുന്നു 1924. 1927 ദേശീയ പ്രസ്ഥാനം ശക്തിയാർജിക്കുകയാണ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം. അപ്പോൾ ദേശീയ പ്രസ്ഥാനം ശക്തിയാർജിക്കുന്ന സമയത്ത് ഈ കുട്ടമത്താണ് പതാക ഗാനങ്ങൾ എഴുതി കൊടുത്തത് കേരളത്തിൽ. പതാക ഗാനങ്ങൾ ഇപ്പോൾ പാറുക വന്ധ്യപതാക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പതാക ഗാനങ്ങൾ നമുക്കറിയാം. ഈ വന്ദേമാതരത്തിൻ്റെയൊക്കെ മറ്റൊരു രൂപം. അപ്പോൾ ഈ പതാക ഗാനങ്ങൾ എഴുതിയിരുന്നത് കുട്ടമത്താണ്. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൽ കുട്ടമത്ത് വളരെ പ്രസക്തിയുണ്ടായിരുന്നു. മാത്രമല്ല ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കാലത്ത് ഗുരുവായൂർ സത്യാഗ്രഹർക്ക് വേണ്ടി ധാരാളം കവിതകൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെ
പബ്ലിസിറ്റിക്ക് വേണ്ടി, അതിൻ്റെ പ്രചാരത്തിന് വേണ്ടിയിട്ട് ധാരാളം കവിതകൾ എഴുതുന്ന ജോലിയും കുട്ടമത്ത് ചെയ്തു. അപ്പോൾ ഈ കുട്ടമത്തിൻ്റെ ഒരു ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ തരത്തിലാണ് കുട്ടമത്തിൻ്റെ ഒരു ജീവിതക്രമം ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ളൊരു ജീവിതക്രമമാണ്, അതായത് ഉത്തര കേരളത്തിൽ ഉടലെടുത്ത ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്ന കുട്ടമത്താണ് പിന്നീട് ശ്രീരാമകൃഷ്ണദേവനെ തിരിച്ചറിഞ്ഞ ആ കഥ മനസ്സിലാക്കി ശ്രീരാമകൃഷ്ണദേവനിലേക്ക് തൻ്റെ സകലതും ശ്രീരാമകൃഷ്ണദേവനിൽ അർപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം കഴിഞ്ഞിട്ടാണ് പിന്നീട് 1927 നമ്മൾ ഈ പറഞ്ഞ ബാലഗോപാലൻ എഴുതിയ 24 ബാലഗോപാലൻ എഴുതിയതിന് ശേഷമാണ് അദ്ദേഹം, അപ്പോൾ അവിടെ മുതലാണ് അദ്ദേഹത്തിന് ശ്രീരാമകൃഷ്ണദേവൻ്റെ അരുൾമൊഴികളെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നത് ഈ 1927 മുതലാണ്. അങ്ങനെയാണല്ലോ ആ ബാലഗോപാലൻ്റെ രചനയൊക്കെ വരുന്നത്. പിന്നീട് 1900 ആ വർഷം തന്നെ അദ്ദേഹം നീലേശ്വരത്ത് ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും 1940 വരെ അവിടെ വിരമിക്കുന്നത് വരെ ആ നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. 41 അദ്ദേഹത്തിനെ മഹാകവി പട്ടം നൽകി ആദരിച്ചു. പിന്നീട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ആ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലേക്കൊക്കെ കവിതകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ ആവേശം കൊള്ളിച്ചതായിട്ട് പറയുന്നുണ്ട്. 1941 ശേഷം 1943 63-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതക്രമം. ഇപ്പം നമ്മളിവിടെ മനസ്സിലാക്കുന്നത് 1924 ബാലഗോപാലൻ എഴുതുന്ന ആ കാലഘട്ടമാകുന്നപ്പോഴാണ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ ഭഗവാനെ കൂടുതൽ അടുത്തറിയുന്നതും ഭഗവാന്റെ ആ ഭക്തിയിൽ തൻ്റെ എല്ലാ കാവ്യസപര്യയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് മുന്നേറാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം ആരംഭിക്കുന്നത് അവിടെ മുതലാണ്. ശ്രീരാമകൃഷ്ണ ഗീതയുടെയൊക്കെ രചന അങ്ങനെ വരുന്നതാണ്. ഈ വചനാമൃതം എഴുതിയിട്ടുള്ള മഹേന്ദ്രനാഥ ഗുപ്തയും, അതായത് മാസ്റ്റർ മഹാശയനും, ഈ ശ്രീരാമകൃഷ്ണ ഗീത എന്ന കവിത എഴുതിയ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ ഭാഗവതം എഴുതാൻ ശ്രമിച്ച കുട്ടമത്തും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. യാദൃച്ഛികമായി വന്ന സാമ്യതകളാണ്. ആ സാമ്യത എന്ന് പരിശോധിച്ച് രസകരമാണ്. ആ സാമ്യത, രണ്ടുപേരും അധ്യാപകരായിരുന്നു. മാസ്റ്റർ മഹാശയനും അധ്യാപകനായിരുന്നു, കുട്ടമത്തും അധ്യാപകനായിരുന്നു. രണ്ടുപേരുടെയും ആദ്യത്തെ മകൻ ബാല്യത്തിലെ മരിച്ചുപോയി. രണ്ടുപേരുടെയും, കുട്ടമത്തിൻ്റെയും മൂത്ത മകൻ ബാല്യകാലത്ത് തന്നെ മരിച്ചുപോയി, മാസ്റ്റർ മഹാശയൻ്റെയും മരിച്ചുപോയി. ഈ ആദ്യ മകൻ്റെ മരണം മൂലം മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യ, അപ്പോൾ മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യയ്ക്കുണ്ടായ മനോവ്യഥയെക്കുറിച്ച് നമ്മൾ മുമ്പ് വായിച്ച അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ പറഞ്ഞതാണ്. മാനസികമായി തകർന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് നികുഞ്ചാദേവി, മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യ നികുഞ്ചാദേവി മാനസിക നില തകർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും രോഗഗ്രസ്തയാവുകയൊക്കെ ചെയ്തൊരു സന്ദർഭമുണ്ട്. അതേ അവസ്ഥയിലായിരുന്നു കുട്ടമത്തിൻ്റെ ഭാര്യ ശ്രീദേവിയും. മാനസിക നില ഇതായി അദ്ദേഹം വളരെയധികം ഭാര്യയ്ക്ക് മാനസിക നില തകർന്ന് ഏതാണ്ട് നികുഞ്ചാദേവിക്ക് സമാനമായ അവസ്ഥയിൽ തന്നെയാണ് കുട്ടമത്തിൻ്റെ ഭാര്യയുടെയും അവസ്ഥ ഉണ്ടായത്. പിന്നീട് രണ്ടുപേരും തീർത്ഥാടനത്തിനും മനസമാധാനത്തിനും വേണ്ടി തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്. മാസ്റ്റർ മഹാശയനും പോകുന്നുണ്ട്, അതേപോലെ കുട്ടമത്തും പോയിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ്റെ അമൃതമൊഴികൾ പ്രസിദ്ധീകരിച്ചത് രണ്ടുപേരും പ്രശസ്തരാകുന്നത് അങ്ങനെയാണ്. മാസ്റ്റർ മഹാശയനും പ്രശസ്തരായത് വചനാമൃതത്തിലൂടെയാണ്, കുട്ടമത്ത് പ്രശസ്തനായതും ശ്രീരാമകൃഷ്ണ ഗീതയിലൂടെയും ശ്രീരാമകൃഷ്ണ ഭാഗവതം എഴുതാനുള്ള തുടക്കത്തിൻ്റെയും പേരിലാണ്. ഈ രണ്ടുപേരും, അപ്പോൾ എത്ര സാമ്യതയാണ് ഈ രണ്ടു പേർക്കും. ധാരാളം സാമ്യതകൾ നമുക്കിങ്ങനെ യാദൃച്ഛികമായിട്ട് കാണാൻ കിട്ടും. ശ്രീരാമകൃഷ്ണദേവൻ ദേഹത്യാഗം ചെയ്യുമ്പോൾ കുട്ടമത്തിന് 6 വയസ്സേ ഉള്ളൂ. 80 കുട്ടമത്ത് ജനിക്കുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ദേഹത്യാഗം ചെയ്യുന്ന സമയത്ത് കുട്ടമത്തിന് 6 വയസ്സേ ഉള്ളൂ. നിർമ്മലാനന്ദ സ്വാമി കേരളത്തിൽ വന്നതിനെ തുടർന്ന് ഇരുവരും കണ്ടുമുട്ടുന്നത് 1919. നേരത്തെ പറഞ്ഞില്ലേ ഈ 1919. അപ്പോൾ 1919 മുതലാണ് നിർമ്മലാനന്ദ സ്വാമിയെ കണ്ടുമുട്ടിയത് മുതലാണ് കുട്ടമത്തിൽ ശ്രീരാമകൃഷ്ണ ഭക്തി വളരുന്നതും ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള ആ ഭക്തിയുടെ പാരമ്യത്തിലേക്ക്
കുട്ടമത്തിനെ നയിക്കുന്നതും നിർമ്മലാൻ സ്വാമിയാണ്. അപ്പോൾ 19 കണ്ടുമുട്ടിയതിന് ശേഷമാണ് 24 ഈ കാവ്യം എഴുതാൻ, ബാലഗോപാലൻ എന്നുള്ള ആദ്യത്തെ കാവ്യം എഴുതാൻ അദ്ദേഹത്തിന് പ്രേരണയുണ്ടാകുന്നത് നിർമ്മലാൻ സ്വാമിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. അങ്ങനെ 1919 നിർമ്മലാൻ സ്വാമിയുമായി കണ്ടുമുട്ടുമ്പോൾ ഇദ്ദേഹത്തിന് 39 വയസ്സാണ് ആ സന്ദർഭത്തിൽ. എന്നിട്ട് നിർമ്മലാൻ സ്വാമി കടത്തനാട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വീടുണ്ട്, രായരേത്ത് കുന്നിയൂർ ഭവനം. രായരോത്ത് കുന്നിയൂർ ഭവനം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ നിർമ്മലാൻ സ്വാമി അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. അപ്പോൾ അവിടെ ചേച്ച് ഒരു മംഗളപത്രം ആ നിർമ്മലാൻ സ്വാമി വന്നപ്പോൾ തന്നെ അവിടെ മുന്നിൽ വെച്ച്, നിർമ്മലാൻ സ്വാമിയുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു ശ്ലോകം അങ്ങ് ചൊല്ലുകയാണ്. അത് ആ നിർമ്മലാൻ സ്വാമിയെ ഒരു ശ്ലോകം ചൊല്ലിയാണ് വീട്ടിലേക്ക് കുട്ടമത്ത് സ്വീകരിക്കുന്നത്. ആ ശ്ലോകം ഇങ്ങനെയാണ്: പ്രണയമധുര ദിവ്യാനന്ദ സന്തോഹ സിന്ധൗ, പ്രണയമധുര ദിവ്യാനന്ദ സന്തോഹ സിന്ധൗ, മഹതി സമുദ്രഭ്യൂദ്യ ക്ഷേമദേ രാമകൃഷ്ണേ, ജയസി യതിവര്യ സാധു സന്താന ശാഖിനത ശുഭഫലഭൂമ നിർമ്മലാനന്ദ ധാമ. സംസ്കൃതത്തിലുള്ള മനോഹരമായൊരു കാവ്യം. ഇത് ആലോചിച്ച് നോക്കൂ, നിർമ്മലാൻ സ്വാമി ആ വീട്ടിലേക്ക് വരുന്നതും അദ്ദേഹത്തെ കണ്ടുകൊണ്ട് സ്വീകരിക്കുന്നതാണ്, വിശേഷം അന്വേഷിക്കുന്ന പോലെ സ്വീകരിക്കുന്നതാണ് ഈ കവിതയിൽ, ഈ കാവ്യത്തിലൂടെയാണ് നിർമ്മലാൻ സ്വാമിയെ സ്വീകരിക്കുന്നത്. പരിപൂർണമായും ശ്രീരാമകൃഷ്ണ ഭക്തിയിൽ മുഴുകിയ കവി പിന്നീട് തൻ്റെ കാവ്യസപര്യ മുഴുവൻ സമർപ്പിച്ചത് ഭഗവാന്റെ പാദത്തിലാണ്, ശ്രീരാമകൃഷ്ണദേവനിലാണ്. ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ എല്ലാ പ്രവൃത്തിയും ഭഗവാന് വേണ്ടിയാവുക എന്നതാണ് കുട്ടമത്തിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. നമ്മുടെ എല്ലാ പ്രവൃത്തിയും അതായത് നിർമ്മലാൻ സ്വാമിയെ കാണുകയും ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള ആ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തതോടുകൂടി തൻ്റെ മുഴുവൻ ജോലിയും ശ്രീരാമകൃഷ്ണ പാദത്തിൽ അർപ്പിക്കുന്ന തരത്തിലായി മാറുകയായിരുന്നു എന്നാണ് പറയുന്നത്. 1929 കൊയിലാണ്ടി ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ ശിലാസ്ഥാപനം നടക്കുന്നത്. നമ്മളിത് നേരത്തെ കേരളത്തിലെ ഇത് പറഞ്ഞപ്പോൾ ഇത് സൂചിപ്പിച്ചതാണ്. 1929 കൊയിലാണ്ടി ആശ്രമത്തിൻ്റെ ശിലാസ്ഥാപനം. 1915 മുമ്പേ തന്നെ അവിടെ സ്ഥലം കണ്ടുപിടിച്ച കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാരണം 1911 15 ഇടയ്ക്കാണ് നിർമ്മലാൻ സ്വാമി കേരളത്തിൽ മുഴുവനായിട്ട് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് വേരോട്ടം നടത്തിയത്. പിന്നീട് അതിൻ്റെ ശിലാസ്ഥാപനവും നിർമ്മിതിയൊക്കെ പലയിടങ്ങളിലും വൈകിയാണ് നടന്നതെന്ന് മാത്രം. അപ്പോൾ കൊയിലാണ്ടിയിൽ അത് നടന്നത് 1929 ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയപ്പോൾ അന്ന് നിർമ്മലാൻ സ്വാമി അവിടെ വന്നു. അപ്പോൾ ഇദ്ദേഹം അന്ന് വന്നപ്പോൾ നിർമ്മലാൻ സ്വാമിയെ അവിടെ വന്ന സമയത്ത് അത് സ്വന്തം ഭക്തി ഭഗവാനിലുള്ള ശ്രീരാമകൃഷ്ണദേവനിലുള്ള സ്വന്തം ഭക്തി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നിർമ്മലാൻ സ്വാമിക്ക് ശ്രീരാമകൃഷ്ണ ശക്തി ഷോഡശ്രീ എന്ന കവിത എഴുതി സമർപ്പിച്ചു. ഭഗവാനോട് എത്രമാത്രമാണ് തൻ്റെ ഉള്ളിൽ ഭക്തി നിറയുന്നത് എന്ന് നിർമ്മലാൻ സ്വാമിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമകൃഷ്ണ ശക്തി ഷോഡശ്രീ എന്ന ഒരു കവിത എഴുതി അവിടെ സമർപ്പിച്ചു. അത് രസകരം, ഞാൻ ആ കവിത കുറിച്ചെടുത്തു. മൂകം ച വാചാലയന്തി ക്ഷണേന മൂകം ച വാചാലയതി ക്ഷണേന ജഡം ച ചൈതന്യമയം തനോതി യാ ശക്തിരാദ്യാ ജനനീമുപാസേ ശ്രീരാമകൃഷ്ണ കൃതിധാരണീം ത്വാം. ഇത് ഇത്തരത്തിലുള്ള ഒരു ഷോഡശ്രീ ആണ് അദ്ദേഹം രചിച്ച് നിർമ്മലാൻ സ്വാമിക്ക് സമർപ്പിച്ചത്. നിർമ്മലാൻ സ്വാമിക്ക് വലിയ സന്തോഷമായി ഇത് കാര്യം. ഇത്രയും ഭക്തിപൂർവം ഒരു കവി ഈ കേരളത്തിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് വേണ്ടി തൻ്റെ കാവ്യസപര്യ മുഴുവൻ നീക്കിവെക്കാൻ തയ്യാറായി എന്ന് കേട്ടിട്ട് നിർമ്മലാൻ സ്വാമിക്ക് വലിയ സന്തോഷം വന്നു. പിന്നീട് നിർമ്മലാൻ സ്വാമി പ്രേരിപ്പിച്ചതിനനുസരിച്ചാണ് പിന്നീട് തൻ്റെ കവിതകളെല്ലാം ശ്രീരാമകൃഷ്ണ ഭക്തിയിൽ, അതായത് ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ ജീവിതഘട്ടത്തിലുണ്ടായിരുന്ന വിവിധ സന്ദർഭങ്ങളെ തൻ്റെ കവിതകളിലേക്ക്
കുട്ടമത്ത് പിന്നീട് നിരന്തരം കൊണ്ടുവന്നു. അത് അമൃതരശ്മി എന്നും പറഞ്ഞിട്ട് ഒരു സീരീസ് തന്നെ എഴുതി, അമൃതരശ്മി. അതിനകത്ത് ഈ ശ്രീരാമകൃഷ്ണദേവൻ കുട്ടിക്കാലത്ത് പാടത്തൂടെ സഞ്ചരിക്കുമ്പോൾ കൊറ്റികളെ, ആകാശത്ത് കൊറ്റികളെ കണ്ടിട്ട് ആദ്യമായി ഭാവസമാധി വരുന്നതിനെക്കുറിച്ചുള്ള കവിത ഉൾപ്പെടെ ആ ശ്രീരാമകൃഷ്ണദേവൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഓരോ സന്ദർഭത്തിലെയും ആ കവിതകളാക്കി അമൃതരശ്മി എന്നുള്ള ഒരു സീരീസ് ഓഫ്, അത് 8-10 സീരീസുണ്ട്. ഈ സീരീസായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ കഥ മുഴുവനും പല സന്ദർഭങ്ങളിൽ പല കവിതകളായിട്ട് ഈ കുട്ടമത്ത് രചിച്ച് ആ കാലത്ത്. അപ്പോൾ എത്രമാത്രമാണ് കേരളത്തിൽ ആ കാലത്ത് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെ സമൂഹത്തിനിടയിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ ഒരു വലിയ ശക്തിയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമാണ് നമ്മളും പിന്നീട് വളർന്നു വന്നത്. 1930 ആയപ്പോഴേക്കും ശ്രീരാമകൃഷ്ണ ഭാഗവതം എഴുതാൻ തുടങ്ങി. നിർമ്മലാനന്ദ സ്വാമി പറഞ്ഞതനുസരിച്ചാണ് ശ്രീരാമകൃഷ്ണ ഭാഗവതം ഒന്ന് എഴുതിക്കളയാം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ 1930 ശ്രീരാമകൃഷ്ണ ഭാഗവതം എഴുതാൻ തുടങ്ങി. അതിൻ്റെ ആദ്യത്തെ 2 സർഗം മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പോഴേക്കും അവശതയായിപ്പോയി, പിന്നെ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ സംസ്കൃത ഭാഷയ്ക്കുള്ള കവിയുടെ അനശ്വരമായ ഒരു പുഷ്പാഞ്ജലി, കാവ്യ പുഷ്പാഞ്ജലി എന്നാണ് ഈ 2 സർഗത്തെ പറയുന്നത്. അത് മുഴുവനായിരുന്നെങ്കിൽ, ആ ഭാഗവതം, ശ്രീരാമകൃഷ്ണ ഭാഗവതം മുഴുവനായിരുന്നുവെങ്കിൽ ഇന്ന് സംസ്കൃത ഭാഷയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുസ്തകങ്ങളിൽ ഒന്നായി മാറുമായിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യ സർഗത്തിൽ ബുദ്ധമതത്തിൻ്റെ ആ കാലഘട്ടം തുടങ്ങിയാണ് ആ ഭാഗവതം എഴുതി തുടങ്ങിയത്. ആദ്യ സർഗത്തിൽ ബുദ്ധമതത്തിന് ശേഷം ശങ്കരാചാര്യർ അദ്വൈത മത സിദ്ധാന്തം സ്ഥാപിക്കുന്നതാണ് ആദ്യ സർഗം. അതായത് ശങ്കരാചാര്യരാണ് ആദ്യ സർഗത്തിൽ വരുന്നത്. രണ്ടാമത്തെ സർഗത്തിൽ വിദേശികളുടെ കയ്യേറ്റം ആണ് എഴുതി തുടങ്ങിയത്. അതാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ആ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റം. ബംഗാളിൽ ഉൾപ്പെടെ വിദേശികളുടെ കയ്യേറ്റത്തെക്കുറിച്ച് തുടങ്ങിക്കൊണ്ടാണ് രണ്ടാമത്തെ സർഗം ആരംഭിക്കുന്നത്. അവിടെയാണ് ശ്രീരാമകൃഷ്ണ അവതാരത്തിന് വഴി ഒരുങ്ങുന്നത് വരെ ഉള്ള ഭാഗം ഈ 2-ാം സർഗത്തിലുണ്ട്. ശ്രീരാമകൃഷ്ണ അവതാരത്തിന് വഴി ഒരുങ്ങുന്നത് വരെയുള്ള ഭാഗം എഴുതി. പക്ഷെ അവതാരം എഴുതാൻ പറ്റിയില്ല. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജനനം കുട്ടമത്തിന് എഴുതാൻ പറ്റിയില്ല. അതിനു മുമ്പ് അദ്ദേഹം ആ കാലവർണ്ണനയെല്ലാം എഴുതി വന്നപ്പോഴേക്കും നമ്മുടെ കുട്ടമത്തിനെ സംബന്ധിച്ച് ശാരീരികമായ ക്ലേശം സംഭവിക്കുകയും അദ്ദേഹത്തിന് എഴുതാൻ പറ്റാതായി. ഭഗവാന്റെ അവതാരം അദ്ദേഹം എഴുതിയില്ല. അത് വന്നിരുന്നുവെങ്കിൽ, അതുകൂടെ തുടർന്ന് വന്നിരുന്നെങ്കിൽ ശ്രീരാമകൃഷ്ണ ആ ഭഗവത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്രന്ഥമായി മലയാളത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് സമ്മാനിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് അന്ന് നിർമ്മലാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ളവരത് പ്രേരിപ്പിച്ച് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നതാണത്. വചനാമൃതം പോലെ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു വലിയ ഗ്രന്ഥമായിരുന്നു ആ ഭാഗവതം. പക്ഷേ അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല. അത് മുഴുവിക്കാനുള്ള ഭാഗ്യം കുട്ടമത്തിനും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു വലിയ കൃതിയായി മാറിയേനെ. ഇവിടെ പറയേണ്ട പ്രത്യേകിച്ചൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, കവിത്രയങ്ങളിൽ 3 പേർക്കൊപ്പം സമശീർഷനായി നിന്ന ആളാണ് കുട്ടമത്ത്. ഏതാണ്ട് ജന്മവും ഏതാണ്ട് ഒരേ സമയത്താണ്. ആദ്യം കുമാരനാശാനാണ് ആദ്യം, രണ്ടാമത് ജനിച്ചത് ഉള്ളൂരാണ്, മൂന്നാമത് വള്ളത്തോൾ, നാലാമതാണ് കുട്ടമത്ത്. ഈ 4 പേരും തത്തുല്യമായ രീതിയിൽ കാവ്യസപര്യം നടത്തിയവരാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം അതിനുള്ള ആ കാവ്യകൃതികളെല്ലാം തന്നെ സമാഹരിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. SPCS അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഈ കവിത്രയങ്ങളുടെ കൂടെ കുട്ടമത്തിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് പിന്നീട് വിലയിരുത്തപ്പെട്ടത് ബാക്കി 3 പേരെ സംബന്ധിച്ച് കൊച്ചി തിരുവിതാംകൂർ ഭാഗത്തുള്ളവരാണ്. കൊച്ചി തിരുവിതാംകൂർ അതെന്നെടുക്കാം. ഈ ഭാഗത്തുള്ളവരായിരുന്നു വള്ളത്തോളും ഉള്ളൂരും ആശാനും. കുട്ടമത്ത് മലബാറിലുള്ളതായിരുന്നു. അന്ന് മലബാറിനെ സംബന്ധിച്ചിടത്തോളം മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കുട്ടമത്തിന് ഈ കവിത്രയങ്ങൾക്കൊപ്പം ഒരു സ്ഥാനം കൊടുത്തിട്ടേയില്ല.
അതായിരുന്നു ഗോലോകാൻ സ്വാമിക്കും ഏറ്റവും വലിയ സങ്കടമുണ്ടായത്. അതാണ് ഗോലോകാൻ സ്വാമി മുൻകൈയെടുത്ത് ശ്രീരാമകൃഷ്ണ ഗീത പുനഃപ്രസിദ്ധീകരിച്ചത്. അതേ ഗീത ഇപ്പോൾ പ്രിൻറ്റിങ് പൂർത്തിയാകാറായി. അടുത്ത ആഴ്ച അത് പൂർണ്ണമാകും. അപ്പോൾ ഗോലോകാൻ സ്വാമിയുടെ വലിയൊരു സ്വപ്നവും കൂടെ ഇതോടൊപ്പം പൂർത്തീകരിക്കാൻ നമ്മുടെ ഈ സത്സംഗത്തോടൊപ്പം കുട്ടമത്തിനൊരു വലിയ പുഷ്പാഞ്ജലിയായി നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാവ്യാഞ്ജലിയായിട്ട്, നമ്മുടെ കാവ്യാഞ്ജലിയല്ല, അദ്ദേഹത്തിൻ്റെ ആദരമായിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയുന്നു എന്നുകൂടെ ഈ സന്ദർഭത്തിൽ വന്നത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണാം. അപ്പം അതുപോലുള്ള വലിയൊരു ഭഗവത് ഭക്തൻ്റെ ആ കഥ നമുക്കിവിടെ ഇന്ന് പറയാൻ കഴിഞ്ഞു എന്നതും വലിയൊരു ഭാഗ്യമായി കാണുന്നു. അടുത്ത തവണ നമുക്ക് മറ്റ് ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരെക്കുറിച്ച് പറയാം. കുട്ടമത്തിൻ്റെ ഇവിടെ പൂർത്തിയാവുകയാണ്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ.